ഇന്നത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇവിടെ അടുത്തൊരു പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ്. ഇപ്പം മാനസയുടെ അടുത്ത് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, പെരുന്നാളാണ് പെരുന്നാളിന് പോകുന്നില്ലേ. ഇവർക്കിതറിയില്ലല്ലോ. അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയും കൊണ്ടുപോകുന്നറിയാം. അപ്പം എന്നോടിന്ന് പറയണം, അമ്മേ ഞാനേ പെരുന്നാളിന് പോവുകയാണെന്ന്. ചാറോടെ പോവും, അച്ഛൻ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു അച്ഛനിവിടെ ഇല്ലല്ലോ, അച്ഛനമ്പലത്തിൽ പോയി. അപ്പം എന്നോട് അച്ഛനമ്പലത്തിൽ പോയി. അപ്പം അവളുടെ വിചാരം അച്ഛൻ വന്ന് കൊണ്ടുപോകുന്നത്. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് സങ്കടം വരും. ഉച്ചയ്ക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് പോകാനുള്ള ഇതില്ല. അപ്പം കൊട്ട് കേൾക്കാം. അപ്പോൾ ഉടനെ അപ്പം തന്നെ പോകണം. ഞാൻ പറഞ്ഞു മോങ്ങോട്ടെ ഇപ്പോഴല്ലേ, ഇച്ചിരി കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ തന്നെ എന്നിട്ട് വേണമെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറി കിടക്കുന്നു. എന്തൊക്കെ വിളിച്ചിട്ടും പറഞ്ഞിട്ടും വരുന്നില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് വേറെ കുറേ മുത്തൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അതെല്ലാം ഇവിടെ വലിച്ചു കയറി ഇട്ട് അപ്പോഴത്തേക്കും ആ മൈൻഡ് മാറി. പിന്നെ എൻ്റെ കൂടെ വന്ന് ഇതിനപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോടെയും ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറയാം നാളെ പെരുന്നാളെന്ന്. അപ്പം പക്ഷേ യഥാർത്ഥത്തിൽ ഡിസംബർ 8-നാണ് പെരുന്നാൾ വരുന്നത്. അപ്പം ഇലക്ഷൻ്റെ ഇതുകൊണ്ട് ഒരു ദിവസം മുന്നേ അവർ ആഘോഷിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഞാൻ കാശുണ്ടോ, കാച്ചുണ്ടെന്ന് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എവിടെ കാശില്ലമ്മേ കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു. ഞാൻ പറഞ്ഞാൽ മോങ്കുട്ടം നേരത്തെ അമ്മയുടെ തന്ന പൈസ അമ്മയുടെയിലുണ്ട്, നമുക്ക് അത് വെച്ച് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. എന്ത് വാങ്ങിക്കാൻ, എന്തെങ്കിലും വാങ്ങിച്ചാൽ ഇപ്പം ഓരോന്ന് കിട്ടിയാൽ അപ്പോൾ എനിക്ക് കുറേ നാളുകൊണ്ട് ഇല്ല പിള്ളേരുടെ സ്റ്റെത്തൊക്കെ ഉണ്ടല്ലോ, മെഡിക്കൽ സാധനങ്ങളെല്ലാം കൂടെ ചേർന്ന് അതൊരെണ്ണം മേടിക്കണം. നല്ല വിലയായിരിക്കും, 200, 150 ഒക്കെ ഉണ്ട്. ഞാൻ ഒരു 100 രൂപയുടെ ഉണ്ടായിരുന്നു. ക്വാളിറ്റി ഒന്നുമില്ല, പെട്ടെന്ന് പോകുന്നത്. പിന്നെ ഓർത്ത് ഇവൾ 2 ദിവസം ഇപ്പം തന്നെ ആ ഗുളിക ആണെങ്കിൽ 2 കഷ്ണമൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ അടുത്ത 100 100. അപ്പോൾ അയാളോട് ഞാൻ ചേട്ടാ 100 തന്നെ ആണോ, ഫിക്സഡ് ആണോ? എന്താ ഈ നാട്ടുകാരെല്ലാം ഇങ്ങനെ, കഴിഞ്ഞ വർഷവും ഇങ്ങനെ ആയിരുന്നു. ഞാൻ പറഞ്ഞു ചോദിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാണ്, അതെല്ലാവരുടെയും രീതിയാണ്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ രീതി എന്താണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ചോദിക്കും ഫിക്സഡ് ആണോ, ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല, കുറയ്ക്കാൻ പറ്റുന്നെങ്കിൽ കുറയ്ക്കുക, അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം പറയാം എല്ലായിടും ഇത് തന്നെയാണ്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാ കടയിലും ഒരേപോലെ എല്ലാവരും വില വയ്ക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് നടക്കുമല്ലോ. ഞാൻ 100 100 എന്ന് പറഞ്ഞു അതും വാങ്ങിച്ച്. അപ്പുറത്തെ ചേച്ചിക്ക് എന്തോ ഒക്കെ വേണം, ക്ലിപ്പോ ദണ്ട സാധനമൊക്കെ. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല, എന്തായാലും എല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടിയിട്ട് വെറുതെ കാശ് കളയും. ഞാൻ ചേച്ചിക്ക് വാങ്ങിച്ച്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇവിടെ അടുത്തുള്ളൊരു അമ്മ പറഞ്ഞൊരു മെഴുകുതിരി വാങ്ങിച്ച് കത്തിച്ചേക്കും. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 3 കത്തിക്കാൻ അവിടെ ഒന്നും ഇല്ലല്ലോ, അവിടെ ഇരിക്കുന്ന അവിടെ കൊണ്ടുവച്ച് ആരെങ്കിലുമൊക്കെ കത്തിച്ചോളും. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞിട്ട്, എല്ലാം ദൈവങ്ങളല്ലേ, എല്ലാവരുടെയും വിശ്വാസമല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടല്ലോ റാസ, എന്താണ് ആളുകളെല്ലാം ഇങ്ങനെ വരിയായിട്ടോ. അപ്പം ഞാനിങ്ങനെ ചേച്ചിയോട് പറയായിരുന്നു, ഇപ്പം അമ്പലത്തിൽ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ ഈ പുരുഷന്മാരാരും കാണത്തില്ല, അവർ ഈ നേതൃത്വം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും ആബാലവൃത്തം വൃദ്ധം ജനങ്ങളെന്ന് പറയുന്ന പോലെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു രീതി, കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എല്ലാ പ്രായക്കാരും കുറച്ച് ദൂരം നടന്നാൽ മതി, കറങ്ങി അടിച്ച് ചെണ്ടമേളവും ബാൻഡ് മേളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് അവർ തിരിച്ച് പള്ളിക്കകത്തേക്ക് പോവാണ്. അതാണ് അവരുടെ. അപ്പം ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കാണാനിറങ്ങുന്ന വെച്ചാൽ ഈ നാട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഇറങ്ങുന്ന അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറങ്ങുമ്പം എല്ലാ ആളുകളെയും കാണും, എല്ലാ ആളുകളും സന്തോഷത്തോടെ ഇരിക്കുന്നോ, എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്നോ എന്നൊക്കെ നോക്കി കാണാനായിട്ടാണ് ഇറങ്ങുന്നത് എന്നാണ് അവരുടെ ഒരു വിശ്വാസം. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അങ്ങനെയാണല്ലോ. നമ്മളങ്ങനെ ദൈവങ്ങൾ പുറത്തേക്ക് ഇറങ്ങും, അതുവരെ അവരകത്തിരിക്കുന്നവരാണ്. പുറത്തേക്ക് ഇറങ്ങി നാടിൻ്റെ ക്ഷേമ ഐശ്വര്യമൊക്കെ തിരക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഒരു സങ്കല്പം. അങ്ങനെ എന്തായാലും പുറത്തേക്ക് വന്നു. അതിങ്ങനെ രൂപങ്ങളെല്ലാം ഒരു രൂപക്കൂടെന്നാണല്ലോ അതിന് പറയുന്നത്. എൻ്റെ അറിവ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നത് അതൊക്കെ. അപ്പോൾ അതിങ്ങനെ തോളിൽ വെച്ച് ചുമന്നുകൊണ്ടാണ്, നല്ല ഭാരമുണ്ട്, നല്ല
ആരോഗ്യമുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ പിടിച്ചാൽ. അപ്പം ഈ തോളിൽ വെക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരേപോലെ കാലൊക്കെ വെച്ച് പോയെങ്കിൽ മാത്രമേ അത് സേഫായിട്ട് കൊണ്ടുപോകാനും വരാനും പറ്റത്തുള്ളൂ. തോളിൽ വെച്ച് ചുമക്കുന്നതല്ല. അങ്ങനെ കുറേ ആളുകൾ ചേർന്ന് മാറിയൊക്കെ പിടിച്ച് ചുമന്ന് കൊണ്ടുപോയി തിരിച്ച് അകത്ത് ഇപ്പം കയറിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അതിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. മാനസ ആ സ്റ്റെത്തൊക്കെ വെച്ച് അവിടെ നിന്ന് എന്തോ ബിസിനസ്സിലാണ്. ഇപ്പം തന്നെ അത് നശിപ്പിക്കുന്ന ലക്ഷണമാണ്. നമ്മളത് ഉദ്ദേശിച്ചാണല്ലോ കുറഞ്ഞത് മേടിച്ചു കൊടുക്കുന്നത്. അതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ എല്ലാവരും കുറേ ആളുകൾ നാട്ടിൽ പോകുന്നതിൻ്റെ തിരക്കിൽ വിമാനത്തിൻ്റെ ചാർജ് ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടൊരു ജീവിതം ഇല്ലല്ലോ അല്ലേ. നമ്മളതോർക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ല അത് മാറട്ടെ ഇത് മാറട്ടെ എന്നൊക്കെ 100 കൂട്ടം കാര്യങ്ങൾ വിചാരിക്കുന്നതല്ലാതെ പിന്നത്തേക്ക് വെച്ചാൽ ഒന്നും നടക്കില്ല എന്ന സ്റ്റേജാണ്. ശരിയല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നൊന്നും ശരിയായ രീതിയിൽ നടക്കില്ല. ശരിയല്ലേ?